അപ്പം എഡിറ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഇൻഷോട്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ ഫോട്ടോസൊക്കെ കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് കൊളാക്ഷൻ എന്ന ഓപ്ഷനിൽ ബെൻഡിൽ ഗാലറി ഓപ്പൺ ആവുക. അന്നേരം അത് സെലക്ട് 3-4 ഫോട്ടോസ് സെലക്ട് ചെയ്യുക. സെലക്ട് റേഷ്യോ ഓപ്ഷൻ കൊടുക്കുക. 1:1 ഓപ്ഷൻ കൊടുക്കുക. ക്ലിക്ക് ലേ ഔട്ട് കൊടുക്കുക. നമ്മൾ ഏത് ലേ ഔട്ട് കൊടുക്കുക, ഏതാ ലേ ഔട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫോട്ടോ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ഓപ്ഷനൊക്കെ ചെയ്തിട്ട് സേവ് ചെയ്യും. ഇതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ച എൻ്റെ ഒരു ഫോട്ടോസാണ്, കമ്പൈൻ ചെയ്തതാണ്. എനിക്കങ്ങനെ വേണമെന്ന് തോന്നി. എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ റെക്കോർഡ്സിനൊക്കെ ഫോട്ടോസ് ഞാൻ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെച്ചതാണ്, എഡിറ്റ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ കൊളാജ് ഓപ്ഷനിൽ ബെഞ്ചിൽ ഗാലറി ഓപ്പൺ ആവുന്നേരം 3-4 ഫോട്ടോസ് എത്ര ഫോട്ടോസാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തു. അതിന് ശേഷം റേഷ്യോ സ്കെയിൽ കൊടുത്തു. 1:1 ആണ് ഞാൻ കൊടുക്കാറ്. അതിൽ ലേ ഔട്ട് കൊടുക്കുക. എത്ര ലേ ഔട്ട് ഏത് ലേ ഔട്ടാണ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ടിൽ സേവ് എന്നും കൊടുക്കുക. അപ്പോൾ സേവ് ആയി.